ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 9 ആയ മഗധ മുതൽ താനേശ്വരം വരെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നും കൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മഗധയെ കുറിച്ചൊക്കെ പഠിക്കുകയുണ്ടായി അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീക്കുകാരനായ മെഗസ്തനീസ് എന്ന BCE 321 മഗധയിൽ അധികാരത്തിൽ വന്ന നമ്മുടെ ആരാണ് മഗധയുടെ മഗധയുടെ രാജാവാരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചാണ് വർണ്ണിച്ചുള്ള ഒരു കോഴ്സാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഏത് ബുക്കിലാണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ, ഇൻഡിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മെഗസ്തനീസ് കുറിച്ചു വെച്ചതാണ്. ആരെക്കുറിച്ചാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. നമുക്ക് ആവശ്യമില്ല. അപ്പൊ പക്ഷെ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. അതായത് ഇൻഡിക എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? മെഗസ്തനീസ് ആണ് ഇൻഡിക എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ഒരു മഗധ സാമ്രാജ്യത്തിൽ ഉള്ള എന്തൊക്കെയാണ് ഇതിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു BCE 321 മഗധയിൽ അധികാരത്തിൽ വന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജകൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളാണ് ഏതിലുള്ളത്? ഇൻഡിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആരെഴുതിയത്? മെഗസ്തനീസ് എഴുതിയത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ PSCക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പോ അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. അദ്ദേഹം പറയുന്നത് എന്താണ്? രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതായത് വിദ്യ കൊണ്ട് വിനയം നേടണം, സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം, അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം എന്നാണ് കൗടില്യൻ ഏത് ഗ്രന്ഥത്തിൽ പറയുന്നത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോ മെഗസ്തനീസ് എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഇൻഡിക. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ടെസ്റ്റുകൾക്കൊക്കെ ചോദിക്കുന്നതാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ കൗടില്യന്റെ കൃതിയായിരുന്നു അർത്ഥശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് രാജാവ് എപ്പോഴും ജനങ്ങൾക്ക് മാതൃകയായിരിക്കണം, രാജാവ് കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം എന്നൊക്കെയാണ് ആര് പറഞ്ഞത്? അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് കൗടില്യനും അർത്ഥശാസ്ത്രവും. അതായത് തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു ആര്? കൗടില്യൻ. തക്ഷശില ആര് സ്ഥാപിച്ചതാണ്? ബുദ്ധമതക്കാർ സ്ഥാപിച്ചതാണ്. അവിടുത്തെ അധ്യാപകനായിരുന്നു ആര്? കൗടില്യൻ. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? മൗര്യ ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായി വരികയുണ്ടായി. അപ്പൊ നമുക്കറിയാം ഈ കൗടില്യന് രണ്ടു പേരും കൂടെ കൗടില്യനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അതിൽ ഏത് പേരാണ്? ചാണക്യൻ, വിഷ്ണുഗുപ്തൻ. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നൊക്കെയാണ് ആരെ അറിയപ്പെട്ടിരുന്നത്? കൗടില്യനെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിലേക്ക് വളരെ വലിയ സംഭാവനകളാണ് നൽകിയത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം സംസ്കൃത ഭാഷയിൽ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം രാജ്യഭരണത്തെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ ഇതിൽ പറയുന്നത് എന്താണ്? നമ്മുടെ കൗടില്യൻ ആരായിരുന്നു? നമ്മുടെ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായി മാറി. ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരുകൾ, മറ്റുള്ള പേരെന്താണ്? ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന മറ്റുള്ള പേരുകൾ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് മാത്രമല്ല, സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിലേക്ക് വളരെയധികം വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രത്തിൽ രാജഭരണത്തെക്കുറിച്ച്, എങ്ങനെയാണ് രാജാവ് ഭരണം നടത്തേണ്ടത് എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു കൗടില്യൻ പറയുന്ന അർത്ഥശാസ്ത്രത്തിൽ ഉള്ളത്. അടുത്ത് നമുക്ക് പോകാം. സപ്താംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
അതായത് സപ്താംഗങ്ങൾ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ 7 ഘടകങ്ങളെ കുറിച്ച് ആര് പറയുന്നുണ്ട്? നമ്മുടെ കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം രാജാവ് ഒരു രാജ്യം ഭരിക്കാൻ എന്നാണ് അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് എന്താണ് ഈ സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്? അതില് ഫസ്റ്റ് പറയുന്നത് സ്വാമി എന്ന് പറയുന്നത്. സ്വാമി എന്ന് പറയുന്നത് എന്താണ്? രാജാവിനെയാണ് സ്വാമി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? അമാത്യൻ. അമാത്യൻ മീൻസ് എന്താണ്? മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെയാണ് അമാത്യൻ എന്ന് പറയുന്നത്. കോസ എന്ന് പറയുന്നത് ഖജനാവ് അല്ലെങ്കിൽ നികുതിയാണ്. ദണ്ഡ എന്ന് പറയുന്നത് നീതിന്യായമാണ്. ദുർഗം എന്ന് പറയുന്നത് സൈന്യം അല്ലെങ്കിൽ കോട്ടയാണ്. മിത്രം എന്ന് പറയുന്നത് സഖ്യങ്ങളെ ആണ് മിത്രം എന്ന് പറയുന്നത്. ജനപദം എന്ന് പറയുന്നത് എന്തോന്നിനെയാണ്? പ്രദേശങ്ങളെയാണ്. അപ്പോ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. കൗടില്യൻ എഴുതിയ ഗ്രന്ഥം ഏതാണ്? അർത്ഥശാസ്ത്രം. അദ്ദേഹം അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സപ്താംഗങ്ങൾ. അതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ബേസ് ചെയ്ത് വേണം രാജ്യം ഭരിക്കാനെന്നാണ് നമ്മുടെ കൗടില്യൻ പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ വ്യവസ്ഥ എന്ന് പറഞ്ഞ് ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചത്. അപ്പോ ചന്ദ്രഗുപ്ത മൗര്യൻ ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ ബേസ് ചെയ്തുള്ള ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. ഇദ്ദേഹത്തിന്റെ അതായത് ഇന്നത്തെ പാറ്റ്ന ആയിരുന്നു അന്നത്തെ പാടലിപുത്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മൗര്യ ഭരണത്തിന്റെ സ്ഥാനം, അതായത് ആസ്ഥാനം, മൗര്യ ഭരണത്തിന്റെ ആസ്ഥാനം എവിടെ ആണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പാടലിപുത്രമാണ് ഇന്നത്തെ പാറ്റ്ന. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ചന്ദ്രഗുപ്ത മൗര്യൻ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു? ആക്രമിച്ച് കീഴടക്കുകയും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഭരണ ചെലവിനൊക്കെ ആയിട്ട് ഇദ്ദേഹം പലതരം നികുതികളൊക്കെ എന്ത് ചെയ്തു? പിരിച്ചു. പിന്നെ പല രാജ്യങ്ങളുമായിട്ടൊക്കെ സഖ്യമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനം അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനായ സെലൂക്കസ് നിക്കറ്ററുമായി സ്ഥാപിച്ച സഖ്യമായിരുന്നു. അപ്പൊ ആരാണ്? സെലൂക്കസ് നിക്കറ്റർ. സെലൂക്കസ് നിക്കറ്ററുമായി സ്ഥാപിച്ച സഖ്യമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സഖ്യം എന്ന് ഓർത്തു വെക്കുക. ആരാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ. ആരുമായിട്ട്? സെലൂക്കസ് നിക്കറ്ററുമായിട്ട്. ഓക്കെ, അടുത്തത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സെലൂക്കസ് നിക്കറ്റർ അയച്ച പ്രതിനിധിയായിരുന്നു ആര്? നമ്മുടെ മെഗസ്തനീസ്. മെഗസ്തനീസ് എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഇൻഡിക. നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചു. ഭരണത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരും നിരവധി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണ രീതിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം ഏറ്റവും ഒരുപാട് സഖ്യങ്ങൾ ഒപ്പുവെക്കുകയുണ്ടായാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സഖ്യമാണ് നമ്മുടെ സെലൂക്കസ് നിക്കറ്ററുമായിട്ട് ഒപ്പിട്ട സഖ്യം. അതുപോലെ തന്നെ അദ്ദേഹം സെലൂക്കസ് നിക്കറ്റർ അയച്ച പ്രതിനിധി ആരായിരുന്നു? നമ്മുടെ മെഗസ്തനീസ് ആയിരുന്നു. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത് സെലൂക്കസ് നിക്കറ്റർ. അതായത് സെലൂക്കസ് നിക്കറ്റർ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കറ്റർ. ഓക്കെ, അതായത് മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു നമ്മുടെ അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയായിരുന്നു നമ്മുടെ സെലൂക്കസ് നിക്കറ്റർ. അലക്സാണ്ടറുടെ ഭരണശേഷം ഗ്രീക്ക് ഭരണം നിലനിന്ന കിഴക്കു പ്രദേശങ്ങളുടെ അധികാരം സെലൂക്കസിന് ലഭിച്ചു. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട അദ്ദേഹം പിന്നീട് ഉടമ്പടി ഉണ്ടാക്കുകയും കിഴക്കൻ സത്രപികൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ ചന്ദ്രഗുപ്ത മൗര്യന് നൽകുകയും ചെയ്തു. ഇതിനു പകരമായി 500 ആനകൾ അടങ്ങുന്ന ഒരു സൈന്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. 500 ആനകളാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണം ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്തൊക്കെ ആണ് എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ അധികം വിസ്തൃതമായ ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഭരണം രാജാവിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണ സമ്പ്രദായം നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സാമ്രാജ്യം ഏതാണ്? മൗര്യ സാമ്രാജ്യമാണ്. കാരണങ്ങൾ ഇതൊക്കെയാണ്. രാജ്യം വളരെ വിസ്തൃതമായിരുന്നു. ഭരണം രാജാവിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അടുത്തത് ഈ ചന്ദ്രഗുപ്തന് ശേഷം, അതായത്
ചന്ദ്രഗുപ്തന് ശേഷം അടുത്ത് വന്നത് ബിന്ദുസാരനാണ്. ആരാണ്? ബിന്ദുസാരനാണ്. ബിന്ദുസാരൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ വന്നത് ആരാണ്? നമ്മുടെ അശോകനാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബിന്ദുസാരനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ബിന്ദുസാരന് ശേഷം നമ്മുടെ മഗധ സാമ്രാജ്യം ആരാണ് ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, മൗര്യ സാമ്രാജ്യം ആരാണ് ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? അശോകനാണ്. അടുത്തത് കലിംഗയും കാശ്മീരും കീഴടക്കിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു. അപ്പൊ അതാ ഇതിൽ ഈ ഒരു ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് പാടലിപുത്ര, അറേബ്യ സാമ്രാജ്യം, അതൊക്കെ നമ്മൾ നോക്കി വെക്കുക. അടുത്തത് അശോകൻ. അശോകനെ വളരെയധികം സ്വാധീനിച്ചത് ബുദ്ധന്റെ തത്വചിന്തകളായിരുന്നു. അതായത് അഹിംസ എന്ന് പറയുന്നതൊക്കെ അശോകനെ വളരെയധികം സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു. അശോകന്റെ ധമ്മ, അതായത് അശോകന്റെ ധമ്മശാസനത്തെ കുറിച്ചുള്ള ഒരു കോഴ്സാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ഈ ധമ്മശാസനം എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രിയദശി എന്ന് പറയുന്നുണ്ട്. പ്രിയദശി എന്ന് പറയുന്നത് അശോകനെ കുറിച്ച് തന്നെയാണ് അശോകൻ അതിൽ പറയുന്നത്. ഓക്കെ, അതായത് അശോകൻ പറയുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധന്റെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് അഹിംസയാണ്, അല്ലെ? അഹിംസ, അതായത് ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നുള്ളത്. അതേ മാർഗമാണ് നമ്മുടെ അശോകനും ഉൾക്കൊള്ളിച്ചത്. ഓക്കെ, അപ്പൊ ധമ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിന്റെ പ്രാകൃത് ഭാഷയിലെ രൂപമാണ് ധമ്മ. അതായത് സംസ്കൃതത്തിൽ ധമ്മയെ, ഇത് പ്രാകൃത് ഭാഷയിലാണ് ധമ്മ എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ധർമ്മം, അതായത് ധർമ്മത്തെയാണ് ഈ ധമ്മ എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അശോകന് ഈ ധമ്മ നടപ്പാക്കാൻ പ്രേരണ ഉണ്ടായത് എന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചുവിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ മതങ്ങളിലെയും ആശയങ്ങൾ ഇതിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം, പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം, അതുപോലെ അപ്പോൾ രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അതായത് അതേപോലെയാണ് ഏകദേശം ഏത് രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് അദ്ദേഹം പറയുകയുണ്ടായത്. അതുപോലെ തന്നെ ശിക്ഷകൾ എന്ത് ചെയ്യണം? ശിക്ഷകൾക്ക് ഇളവ് കൊടുക്കുകയും അതുപോലെ തന്നെ ഈ നമ്മുടെ സിമ്പിൾ ലൈഫ്, അതായത് ലളിത ജീവിതം ആഹ്വാനം ചെയ്യുകയും ചെയ്തത് അശോകനാണ്. പിന്നെ ധമ്മ നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണരും, നമ്മൾ ഇതിനു മുന്നേയുള്ള ചാപ്റ്ററിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രമണരെ കുറിച്ച് പഠിച്ചു. അതായത് സാമൂഹിക വ്യവസ്ഥയ്ക്ക് എതിരെ പ്രവർത്തിച്ചവരായിരുന്നു ശ്രമണർ എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണരിൽ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളായിരുന്നു ജൈനർ, ബൗദ്ധർ, അജീവകന്മാർ തുടങ്ങിയവർ. ഓക്കെ, അപ്പോൾ ഇവർ താമസിക്കുന്ന രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. അതിനാണ് അശോകൻ എന്ത് ചെയ്തു? അതായത് എല്ലാവരും ഒരുപോലെയാണ് എന്ന്, അതായത് സാമൂഹികമായിട്ടുള്ള ഒരു വേർതിരിവ് അവിടെ ഇല്ലാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ആശയമാണ് ഏതില് അശോകൻ പറയുന്നത്. അശോകൻ ധമ്മ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ധമ്മ നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? അശോകൻ തന്റെ ആശയങ്ങളും കൽപ്പനകളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു? ശാസനങ്ങളൊക്കെ സ്ഥാപിക്കുകയും പാറകളിൽ കൊത്തിവെക്കുകയും അതുപോലെ തന്നെ പാതകളുടെ വശങ്ങളിൽ, നഗരങ്ങൾക്ക് സമീപം, അതുപോലെ വലിയ ശാസനങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ശിലാശാസനങ്ങൾ, സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ അവയെ തരംതിരിക്കുക. ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പല പല രീതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? അശോകൻ തന്റെ ആശയങ്ങളേക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്താണ് അശോക ശാസനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് അശോകന്റെ ശാസനങ്ങളിൽ ഭൂരിഭാഗവും ഏത് ലിപിയിലാണ് എഴുതിയിരുന്നത്? ബ്രഹ്മി ലിപിയിലാണ് അശോകന്റെ ശാസനങ്ങൾ കൂടുതലും എഴുതിയിരുന്നത്. 1837 ജെയിംസ് പ്രിൻസപ്പ് ആണ് ഇത് വായിച്ചത്. അപ്പൊ ആരാണ് ഈ ബ്രഹ്മി ലിപിയിലുള്ളത് ആദ്യമായിട്ട് വായിച്ചത്? ജെയിംസ് പ്രിൻസപ്പ് ആണ്.
ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട ചില ശാസനങ്ങൾ ഖരോഷ്ടി ലിപിയിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ടത് ഏത് ലിപിയാണ്? ഖരോഷ്ടി ലിപിയാണ്. ഇവിടെ പേർഷ്യൻ സ്വാധീനമാണ് ഇതിന് കാരണമായത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ചവ അരാമിക്, ഗ്രീക്ക് ലിപികളിലാണ് തയ്യാറാക്കിയിരുന്നത്. പ്രാകൃത് ഭാഷയാണ് ഭൂരിഭാഗം ശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അത് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ അശോക ശാസനങ്ങളിൽ ഭൂരിഭാഗം അശോകൻ ഉപയോഗിച്ചിരുന്ന ഏതാണ്? ബ്രഹ്മി ലിപിയാണ്. പിന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഉപയോഗിച്ചത് പ്രാകൃത് ഭാഷയാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അശോക ശാസനങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ശിലാശാസനങ്ങൾ, ചെറിയ ശാസനങ്ങൾ, അതുപോലെ തന്നെ സ്തംഭ ശാസനങ്ങളൊക്കെ അശോകനാണ് കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെയാണ് ശിലാശാസനം എന്ന് പറയുന്നത്. കണ്ട, തൊബാര സ്തംഭ ശാസനം ഡൽഹിയിലാണ്. രൂപ്നാഥ് ശാസനം, ധൗളി ശാസനം, വൈശാലി സ്തംഭ ശാസനം, ഇതൊക്കെയാണ് വലിയ ശിലാശാസനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അശോക ശാസനങ്ങൾ നിലനിന്ന സ്ഥലങ്ങൾ ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. മൻസേര, ഷബസ്കാർഡി, കൽസി, തൊബാര, ലുംബിനി, ലൗരിയ, നന്ദൻഗാഡ്, രംപൂർവ, ലൗരിയ, അതുപോലെ തന്നെ ലക്മൽ, ലംബക, ബഹപ്പൂർ, ബൈറാത്ത്, രൂപ്നാഥ്, മാസ്കി, ബ്രഹ്മഗിരി. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ ശിലാശാസനങ്ങൾ എവിടെയൊക്കെയാണ്, സ്തംഭശാസനങ്ങൾ എവിടെയൊക്കെയാണ്, ചെറിയ ശിലാശാസനങ്ങൾ എവിടെയൊക്കെയാണ്, അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് അശോകൻ എന്ത് ചെയ്തു? ഉദ്യോഗസ്ഥരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ അയച്ചാലല്ലേ ആ രാജാവിന്റെ മഹത്വമൊക്കെ എല്ലായിടത്തും എത്തുകയുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? അദ്ദേഹം അങ്ങനെയൊക്കെ ആളുകളെയൊക്കെ അയക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മകനെയും മകളെയും, അതായത് മകനായ അശോകന്റെ മകൻ ആരായിരുന്നു? മഹേന്ദ്രനും മകൾ സംഘമിത്രയെയും സിലോണിലേക്ക് അയക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ബുദ്ധന്റെ ശരീരഭാഗങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്തൂപങ്ങളൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥാപിച്ചു. അങ്ങനെയുള്ള ഒരു സ്തൂപമാണ് സാഞ്ചി സ്തൂപം എന്നറിയപ്പെടുന്നു. അതായത് സ്തൂപങ്ങൾ അക്കാലത്തെ കലാമേന്മയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് അശോകന്റെ കാലത്ത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപമാണ് ഏത്? സാഞ്ചി സ്തൂപം. അപ്പൊ സാഞ്ചി സ്തൂപം ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? അശോകനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അശോകന്റെ പിൻഗാമികളുടെ കാലത്ത് രാജാവിന്റെ അധികാരവും ധർമ്മവും ദുർബലമാവുകയും അങ്ങനെ എന്ത് ചെയ്തു? വിദൂര പ്രദേശങ്ങൾ സ്വതന്ത്രമാവുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിലും ധമ്മ പ്രചരിച്ച പ്രദേശങ്ങളിൽ സാമൂഹിക സംഘർഷങ്ങളും വിഭാഗീയ ചിന്തകളൊക്കെ അങ്ങനെ ഇല്ലാതായി. പക്ഷെ അശോകന്റെ കാലശേഷം എന്ത് ചെയ്തു? ഇതെല്ലാം ഇല്ലാതാവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ശാസനത്തെ കുറിച്ച് പഠിച്ചു, വലിയ ശിലാശാസനങ്ങൾ പഠിച്ചു, സ്തംഭശാസനങ്ങൾ പഠിച്ചു, ചെറിയ ശിലാശാസനങ്ങൾ പഠിച്ചു, ധൗളി ശാസനം പഠിച്ചു, തുബാര സ്തംഭശാസനം പഠിച്ചു, രൂപ്നാഥ് ശാസനം, വൈശാലി സ്തംഭശാസനത്തെ കുറിച്ച് പഠിച്ചു, എന്താണ് അശോക ശാസനങ്ങൾ എന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ധമ്മ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം എഴുതി പ്രചരിപ്പിച്ച ലിപി ബ്രഹ്മി ലിപിയാണ്. പിന്നെ അശോകനും ധമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? അശോക ഏത് മതത്തിലാണ് വിശ്വസിച്ചിരുന്നത്? പിന്നെ അശോകന്റെ കാലഘട്ടത്തിലെ മൗര്യ സാമ്രാജ്യം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭരണരീതി ആരെ ബേസ് ചെയ്തായിരുന്നു? അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെലൂക്കസ് നിക്കറ്ററിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ മെഗസ്തനീസ് എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഇന്ഡിക. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൗടില്യനും അർത്ഥശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് പഠിച്ചു. പിന്നെ സപ്താംഗങ്ങളെ കുറിച്ച് പഠിച്ചു. കൗടില്യൻ പറഞ്ഞത് എന്താണ് സപ്താംഗങ്ങളെ കുറിച്ച്? അപ്പോൾ ഇതൊക്കെയാണ്. ഇന്ഡിക എഴുതിയത് മെഗസ്തനീസ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സീ യു അഗെയിൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.